സെപ്റ്റംബർ 5 അധ്യാപക ദിനം. മാതാ പിതാ ഗുരു ദൈവം എന്ന സങ്കല്പം മനസ്സിൽ പതിഞ്ഞുപോയ സംസ്കാരമാണ് നമ്മുടേത്. ദൈവത്തിനും മുകളിലാണ് അധ്യാപകർക്ക് കൽപ്പിക്കുന്ന സ്ഥാനം. അനുഭവജ്ഞാനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ ബലത്തിലാണ് അധ്യാപകർ വിദ്യ ഉപദേശിച്ചു തരുന്നത്. MSc LP സ്കൂളിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി നടത്തുകയും കുട്ടികൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. ശരിയേതാണെന്നും തെറ്റേതാണെന്നും ചൂണ്ടിക്കാണിച്ച് ശരിയായ രീതിയിൽ നയിക്കുന്നതിനും സ്വപ്നം കാണാനും കുട്ടികളെ പഠിപ്പിക്കുകയും പഠനത്തെ ആസ്വദിക്കുവാനും ആനന്ദകരമാക്കാനും കൂടെ താങ്ങായി തണലായി നിൽക്കുന്ന അധ്യാപകർക്ക് കുട്ടികൾ ആശംസാഗാനവും മധുരമായ വാക്കുകളിൽ ആശംസകളും അർപ്പിച്ചു. യഥാർത്ഥ അധ്യാപകൻ നാടിൻ്റെ വിളക്കാണ്. MSc LP സ്കൂളിൽ പഠിച്ച് അധ്യാപകനായി പ്രഥമ അധ്യാപകനായി സർവീസിൽ നിന്നും വിരമിച്ച നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അധ്യാപകൻ ഇടമുളയ്ക്കൽ ബാലചന്ദ്രൻ സാർ. ഞാൻ പഠിച്ച 5 മുതൽ 10 വരെ പഠിച്ച സ്കൂളിൽ അധ്യാപകനായിരുന്നു. കുറെ നാള് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം സാറിന്റെ കൂട്ട് ഹെഡ് മാസ്റ്ററായിട്ട് പോയി. 10-13 കൊല്ലം ഹെഡ് മാസ്റ്ററായി. ഞാൻ പെൻഷൻ പറ്റി 6-7 കൊല്ലമായി. പിന്നെ ലൈബ്രറിയുടെ പരിപാടികൾക്ക് പോകാറുണ്ട്, വായിക്കാറുണ്ട്, പുസ്തകങ്ങൾ കവിതകളൊക്കെ എഴുതാറുണ്ട്. ഇനി അങ്ങനെ വായിക്കുന്നു. ഒരുപാട് വായന പ്രധാനപ്പെട്ടതാണല്ലേ. നിങ്ങൾ പാഠപുസ്തകം വായിക്കാറുണ്ടല്ലോ അല്ലേ? 1, 2, 3 പാഠപുസ്തകങ്ങള്, സയൻസ്, കണക്ക് അല്ലേ? അതെല്ലാം വായിക്കണം. പത്രങ്ങൾ വായിക്കണം, വർത്തമാന പത്രം. വീട്ടിലെ പൂർവ്വ വിദ്യാർത്ഥിയും അഞ്ചൽ വെസ്റ്റ് സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിച്ച നൗഷാദ് സർ. നമ്മുടെ സ്കൂളിലെ പ്രഥമ അധ്യാപകനായിരുന്ന ജോർജ് സാറിന്റെ മകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോയ് സർ. സാറിന്റെ അച്ഛനും അമ്മയെല്ലാം അവിടുത്തെ അധ്യാപകരായിരുന്നു, പ്രഥമാധ്യാപകരുമാണ് കേട്ടോ. നമ്മുടെ സ്കൂളിൽ ഫോട്ടോ ഉണ്ടല്ലോ. ഫോട്ടോ ഇല്ലാണ്ട് സാറിന്റെ അച്ഛനും അമ്മയും ഫാദറും മദറും അവിടെ പഠിപ്പിച്ചിരുന്നു. പിന്നീട് അവിടുത്തെ പ്രഥമാധ്യാപകരായിരുന്നു, ഹെഡ് മാസ്റ്റർ. ഇത് നല്ലൊരു അവസരമായി കാണുന്നു. കുട്ടികൾക്കും ഇതൊരു പ്രയോജനമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആയിരുന്ന സാറിന്റെ അധ്യാപക ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരിടുന്നു. പൂർവ്വ വിദ്യാർത്ഥിയായ യശോദൻ സാറിന്റെ വീട്ടിലേക്ക് സ്വാഗതം. ആദരിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനായി സ്കൂളിൻ്റെതായ ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കാം. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന യശോധരൻ സാറിനെ ആദരിക്കുന്നതിനായി നമ്മുടെ സ്കൂളിലെ HM സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യാപന ജീവിതത്തിൽ താൻ പിന്നിട്ട വഴികളെക്കുറിച്ച് വാചാലനായി കുഞ്ഞുങ്ങളോട് സംസാരിച്ച് യശോധരൻ സർ. അടുത്ത നടപടികൾ സാറേ ഇരിക്കുക. മക്കളെ സാറിനോട് ചോദ്യം ചോദിക്കാതെ സാറ് നമ്മുടെ സ്കൂളില് നിങ്ങൾ പഠിച്ചതുപോലെ നമ്മുടെ സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ
അന്ന് 5ാം ക്ലാസ് വരെ ഉണ്ടല്ലേ? 4ാം ക്ലാസ് വരെ സാറ് ആ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പഠനമൊക്കെ കഴിഞ്ഞ് അധ്യാപകനായി നമ്മുടെ തൊട്ടടുത്തുള്ള ഏറം സ്കൂളിലെ പ്രഥമാധ്യാപകനായിട്ടാണ് സാറ് അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. ടീച്ചറിനെ പിന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? 4ാം ക്ലാസ്സുകാരുടെ ഒക്കെ പ്രിയപ്പെട്ട ടീച്ചർ ആയിരുന്നല്ലേ? അന്നേരം നമ്മള് ഇന്ന് നമ്മുടെ 2 ടീച്ചേഴ്സിന്റെ ആദരവ് നമ്മുടെ സ്കൂളിന്റെ ആദരവ് നൽകുന്നതിനാണ് വന്നി